ഇത് വിൻഫാസ്റ്റിൻ്റെ ഇൻറ്റീരിയലാണ്. നല്ല വണ്ടിയാണ്. നമ്മളെ B6 ഒക്കെ ഉൾഭാഗം പോലെ ഉണ്ട്. നല്ല വണ്ടിയാണ്. ഹാനോയിൽ നിങ്ങൾ 3 ദിവസം 4 ദിവസം സ്റ്റേ ചെയ്യുക. ഹാനോയിൽ എത്ര ദിവസം സ്റ്റേ ചെയ്താലും തികയില്ല. അവിടെ പ്രൈവറ്റ് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. ഹാനോയിൽ നടത്താൻ ഹാലംബേ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഒന്നിൽ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാലോങ്ങിൽ പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡേ ടൂറുണ്ട്. ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ച് റൂമിൽ കൊണ്ടാക്കും. ഡേ ടൂർ എന്നാണ് എന്നെ പറയുക. സ്റ്റേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 3 ദിവസം ഹാലോങ്ങിൽ സ്റ്റേ ചെയ്താൽ നന്നാവും. അവിടെ നിന്നാണ് ക്രൂയിസ് ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹനോയ് ഓൾഡ് ക്വാർട്ടറിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ടാവും ഈ സ്നേക്ക് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. നിങ്ങളവിടെ നിന്ന് ക്രാബിനെ ബുക്ക് ചെയ്താൽ മതി. ക്രാബിൽ അവിടെ നിന്നൊരു 80,000 രൂപയാണ് വരിക. 200 സംതിങ് രൂപ വരും. നമ്മൾ ഈ കെ ഷിഫ്റ്റ്, കെ ബസ്, കെ സ്മാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ട് ഈ കെ ചേർത്ത് പറയുന്നതിന്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഏകദേശം എല്ലാ വിഷയങ്ങൾക്കും അവർ വിന്ന് ചേർക്കുന്നുണ്ട്. വിൻ ടാക്സി, വിൻ ബസ്, വിൻ മാർട്ട്. ഇത് പ്രൈവറ്റാണോ ഗവൺമെൻറ് ആണോ എന്നറിയില്ല. പക്ഷേ വിന്ന് അവർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിനും മുമ്പേയും ആ വിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ വിൻഫാസ്റ്റ് കാറ് നല്ല ലക്ഷറി വണ്ടിയാണ്. പക്ഷേ ഇവിടെ സാധാരണ വണ്ടി പോലെയാണ്. ഇവിടെ ടാക്സി ആയിട്ടും സാധാരണക്കാരും ആ വണ്ടി തന്നെ ഉപയോഗിക്കുന്നത്. നമ്മളവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര വിലയാണ്. നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു നിബന്ധനകൾക്ക് പുറത്താണെന്ന് തോന്നുന്നു. ടാക്സ് കൂടുതലാണ്. നാട്ടിലെ വണ്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ ടാക്സ് കൂടുതലാണല്ലോ ചെയ്യല്. അതുകൊണ്ട് റേറ്റ് കൂടുതലാണ് ഇവിടെ. പിന്നെ സാധാരണ ആൾക്കാരൊക്കെ പഴയ വണ്ടികളില്ല. കസാക്കിസ്ഥാൻ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും പഴയ വണ്ടി ഒരുപാട് കാണാണ്ടായിരുന്നു. വിയറ്റ്നാം ഒരുപാട് മാറിപ്പോയി. വിയറ്റ്നാമിൽ പഴയ കാർ ഉപയോഗിക്കലൊക്കെ തീരെ കാണാനില്ല. എല്ലാം പുതിയ ഇലക്ട്രിക് വണ്ടിയും പുതിയ കാലത്തുള്ള വണ്ടി തന്നെയാണ് കൂടുതൽ കാണുന്നത്. പ്രത്യേകിച്ച് ഹനോയ് കുറച്ചും കൂടുതൽ ലക്ഷറി ലൈഫാണ്. ആൾക്കാർക്ക് ടൂറിസത്തിൻ്റെ ഹബ്ബാണ്. ഇവിടെ എല്ലാം പുതിയ വണ്ടികളാണ്. പഴയ വണ്ടികളൊന്നും കാണാനില്ല. റോഡിലൊക്കെ നമ്മൾ ഈ ഇപ്പോൾ ടൗണിൽ ഇപ്പോൾ ഹൈവേയിലാണ് കാണാത്തതെന്ന് പറയാൻ പറ്റില്ല. റോഡിലൊക്കെ യാത്ര ചെയ്യുന്നതാണ്. ഒരിടത്തും കാണാനില്ല. എല്ലാം പുതിയ വണ്ടിയിലോട്ട് പോയി. വിയറ്റ്നാം പഴയ വണ്ടികൾ തീരെ ഇല്ല വിയറ്റ്നാമിൽ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ പേടിയാവും. പാമ്പിൻ്റെ തൊലിയ. പാമ്പ് കറി വയ്ക്കാൻ വേണ്ടി അതിനെ തൊലിച്ചതിന് ശേഷം തൊലിയ. ഒള്ളി കോബ്രയാണ്. അതിൽ കുറഞ്ഞുള്ള ഒരു കളി ഇവിടെ ഇല്ല. നമുക്ക് എത്ര കിലോയുടെ പാമ്പാണ് വേണമെന്ന് പറഞ്ഞാൽ ആ പാമ്പ് നമുക്ക് സ്നാക്സ് കഴിക്കാൻ വേണമെന്നാണ് ചോദിക്കുന്നത്. നോ 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 നോ. ഇത് ബ്രാൻഡിയാണ്. പാമ്പിനെ എടുക്കുന്നുണ്ട്. ഇതിനെടുത്ത് പടച്ചോനെ അതിനെയൊക്കെ തട്ടി കറിയാക്കി നമുക്ക് തരും. ഇതിനെ അവർ പൊരിച്ചാണെങ്കിൽ പൊരിച്ച്, കറി വെച്ചാണെങ്കിൽ കറി വെച്ച് നമുക്ക് തരും. സവീന ഇതിനവർ കറി വെച്ച് തരും, നമുക്ക് പൊരിച്ച് തരും. ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ തരും. നൂഡിൽസ് ആണെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെ തരും.
ഇതിങ്ങനെ വേണ്ട, അതിൻ്റെ കട്ട് ചെയ്യണ്ട, നമുക്ക് വേണ്ട. അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എടുത്ത് തരും അവർ. അത് നമുക്ക് അതിൻ്റെ വെയിറ്റും നമ്മൾ ഈ മീനൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നല്ല നല്ല മീനല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി മീൻ എടുക്കൂലേ, അതുപോലെ അപ്പൂപ്പൈ ആ മീൻ വേണ്ടെങ്കിൽ വേറെ മീൻ എടുത്ത് തരും. ഇതിൻ്റെ അകത്ത് മൊത്തം പാമ്പ് കറി വെക്കുന്നതും ആകെ പാമ്പിനെ കട്ട് ചെയ്ത ബ്ലഡും. ഇവിടെ വരുന്ന വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അത് മദ്യമാണ്. അത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് ഈ കോബ്രയൊക്കെ ഇങ്ങനെ ഉപ്പിൽ വെച്ച് അത് ലിക്വറാണ്. ലിക്വറിൽ നമ്മളെ കോബ്രയുടെ വിഷമൊക്കെ ചേർത്തിട്ട് അതൊരു ലിക്വറായിട്ട് മാറുമെന്ന് ഇതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ രാജ്യങ്ങളിലൊക്കെ അതൊരു മദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പാമ്പിനെ വെച്ച് ഇത് എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു ചെറിയ ഗ്ലാസ്സിൽ അവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. ഓക്കെ, അതിന് സ്നാക്സും ഉണ്ട്, കടലയുണ്ട്. ഇത് ഈ കോബ്രയുടെ ലിക്വറാണ്. ഇത് മദ്യമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് കുടിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മളവിടെ പാമ്പിന് ഇത് വേറെ ഐറ്റമാണ്. ഈ ബ്രാൻഡ് വേണമെങ്കിൽ വേറെ ബ്രാൻഡുണ്ട്. സ്നാക്സിന് ഹായ് പാമ്പിൻ്റെ മൂർഖൻ്റെ വിഷമാണ് കുടിച്ചിരിക്കുന്നത്. ഇനി ഈ ബിൽഡിംഗ് വിട്ട് വെളിയിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ, കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മാറ്റങ്ങൾ എനിക്ക് ഫീലാവുന്നുണ്ട്. കോബ്രയുടെ ഇവിടെ ഹനോയിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇത് നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ പാക്കേജ് വരുമ്പോൾ കൊണ്ടുവന്ന് വരില്ല. ട്രിപ്പ് അഡ്വൈസ് ചെയ്യുന്ന മെയിൻ സ്പോട്ടാണ്. പുള്ളിയാണ് ഇതിൻ്റെ ആൾ. പുള്ളിയെ കാണാൻ വേണ്ടി വിദേശത്തു നിന്നൊക്കെ ഇതിനായിട്ട് മാത്രം വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ മെയിൻ ഗസ്റ്റ്. നമസ്തേ. ഒരെണ്ണം കുടിച്ചതിൻ്റെ പാട് തീർന്നിട്ടില്ല. പറ്റില്ലെങ്കിൽ തേളുണ്ട്. നോ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അത് നല്ല രീതിയിൽ തലയെല്ലാം കറങ്ങുന്നുണ്ട്. ഒരു അത് വന്നിട്ട് ഇത് കോഴിയുടെ കുഞ്ഞിനെ വെള്ളത്തിൽ അവർ ലിക്വറിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സിപ്പ് ചെയ്യാം. ആൾ നല്ല ജോളിയാണ്. നോ ആൾ നല്ല ജോളിയാണ്. നമ്മളോട് പെഗ്ഗിന് എല്ലാത്തിനും കൂട്ടിക്കുന്നുണ്ട്. കിങ് കോബ്ര ഉണ്ട്. ഇത് കോബ്ര. ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് പെഗ് പിടിക്കാം. സീലായിട്ടുണ്ട്. പിന്നെ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് ഫുള്ളായിട്ട്. വൺ മോർ പെഗ് ഇൻ ഫസ്റ്റ് ടേസ്റ്റ് ഉണ്ട്. അല്ല, അത് അങ്ങനത്തെ മദ്യമല്ല. അത് നമ്മളിങ്ങനെ സാഹചര്യം വരുമ്പോൾ നോ ഫസ്റ്റ് വൺ യെസ് അതിനിത് ലിക്വറല്ല. വേണ്ട. നോ അപ്പോൾ ഇത് ലിക്വറായിട്ട് നമ്മൾ കണക്കാക്കണ്ട കേട്ടോ. ഇതൊരു ട്രൈ ചെയ്യണം. പക്ഷെ ബാക്കിയുള്ളവർ ട്രൈ ചെയ്യാൻ സമ്മതിക്കുന്നില്ല.
ഇതൊരു ഒരു പ്രത്യേക ഫീൽ ഏരിയയാണ്. പാമ്പ് വെച്ചിട്ട് ചോറ് കഴിക്കാം, പാമ്പിൻ്റെ വിഷം നമുക്ക് ഡയറക്റ്റ് കുടിക്കാം. വിഷമല്ല, പാമ്പിനെ നമ്മൾ അവർ വൈൻ പോലെ ആക്കി വെച്ചിരിക്കുന്നതാണ്. എന്തോ പുള്ളി കാണിക്കുന്നുണ്ട്. നോ 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 യെസ് യെസ്. പുള്ളി വളരെ ഫേമസ് ആണ് ഹനോയിൽ. പുള്ളി വലിയ ഫേമസ് ആണ്. പുള്ളി ഫാമിലി ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് മുഴുവൻ പാമ്പിന് പുള്ളി അച്ചാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് പാമ്പിനെ ഇവിടെ വരുന്നവർക്ക് ഊണിൻ്റെ കൂടെ കൊടുത്തിട്ട് അതിൻ്റെ തല വെട്ടി സലാഡാക്കി വെച്ചേക്കുക. ബോഡിയൊക്കെ കറിയാക്കി ഈ തല ഉപ്പിലിട്ട് വെച്ചേക്കുക. നല്ല ഉപ്പിലിട്ട മാങ്ങ കണക്ക് ഉപ്പിലിട്ട പാമ്പ്. ഒരു പാമ്പ് കുഞ്ഞുങ്ങളെ പുള്ളി ഒന്നിനെ വിട്ടിട്ടില്ല. ആണ് പാമ്പായിട്ട് മദ്യപിക്കാം. പിന്നെ പുള്ളി വീണ്ടും അത് കുടിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഒരു ഗ്ലാസ് കുടിച്ചതിൻ്റെ പാടാണ് എൻ്റെ സംസാരത്തിലെ സ്പീഡ് കൂടുതലും, സംസാരം നിൽക്കാതെ തുടർന്നത്. വീണ്ടും പുള്ളി കുടിക്കാൻ പറയുകയാണ്. പുള്ളി രാവിലെ തന്നെ പാമ്പിൻ്റെ ലിക്വർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹനോയ് ടൗണിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും. ഇത് സ്നേക്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ. കറക്റ്റ് വരും. ഇവിടെ ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും. ഒരു 80,000 രൂപ, അതായത് നമ്മുടെ ഒരു 200 രൂപ 210 രൂപ അടുപ്പിച്ചായിരിക്കും ക്രാബിന് വരുന്നത്. കോബ്രയുടെ എല്ലാ സാധനവും നിങ്ങൾക്ക് ഇവിടെ മാഗിയുടെ കൂടെ വേണമെങ്കിലും നൂഡിൽസിൻ്റെ കൂടെ വേണമെങ്കിലൊക്കെ ഒരു കോബ്രയുടെ കംപ്ലീറ്റ് തോരനും അവിയലും എല്ലാം വെച്ച് തരും. ബെസ്റ്റ് സ്ഥല അല്ല, ഉഗ്ര സ്ഥല. സബിന ഒന്ന് ഒരു ടാറ്റ കൊടുത്തോ. ഓക്കെ 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 യെസ് യെസ് യെസ്. പുള്ളി ഭയങ്കര കമ്പനിയാണ് കേട്ടോ, ഭയങ്കര കമ്പനിയാണ് പുള്ളി. നല്ലൊരാളാണ്, നല്ല മനുഷ്യനാണ്. പാമ്പിനെ കൊല്ലും എന്നുള്ള തെറ്റ് മാത്രമേ പുള്ളി ചെയ്യുന്നുള്ളൂ. ബാക്കി വെച്ച് നോക്കുമ്പോൾ പുള്ളി ചിരിച്ചപ്പോൾ നിങ്ങൾ കണ്ട സ്മൈലി 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 സ്മൈൽ 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 ഓക്കെ. സ്മൈൽ ചെയ്തപ്പോൾ കോബ്രയുടെ പല്ല് പോലെ വന്നുകൊണ്ടാണ്. പുള്ളി പാമ്പിൻ്റെ മെയിൻ ആളാണ്. ഓക്കെ 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 ഓക്കെ. ഇതാണ് പുള്ളിയുടെ വീട് കേട്ടോ. ചിലപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് ഇതൊരു ഇട റോഡിൻ്റെ അകത്താണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാർ ഇവിടുത്തെ ക്രാബ് വരുന്നവർക്കൊക്കെ അറിയണമെന്നില്ല. ഞാനും കുറച്ച് ചുറ്റിയതാണ്. ഈ ഗേറ്റ് കണ്ടാൽ മതി. ഈ ഗേറ്റിൽ പുള്ളി കോബ്രയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ബിൽഡിംഗ്. ഒരു ഉഗ്ര സ്ഥലമാണ് കേട്ടോ, ഉഗ്ര സ്ഥലവും ഉഗ്ര ഫീലുള്ള സ്ഥലമാണ്.